ഇന്ന് ബദ്രിനാഥിൽ പോയ ഭക്തൻ്റെ കഥ പറയാം. ഒരിടത്ത് ഒരു കൃഷ്ണഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹവും കുടുംബവും കഴിഞ്ഞുപോയിരുന്നത്. ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചില്ലറ നാണയത്തുട്ടുകൾ ചേർത്ത് വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബദ്രിനാഥിൽ പോയി ഭഗവാനെ കാണുക എന്നുള്ളത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് വയസ്സായി. ഇനിയും താൻ കാത്തിരുന്നാൽ ഒരുപക്ഷെ എനിക്ക് ബദ്രിനാഥിൽ പോയി എൻ്റെ ഭഗവാനെ കണ്ട് സായുജ്യമടയുവാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു വച്ചിരുന്ന നാണയത്തുട്ടുകളുമായി വീട്ടിൽ യാത്ര പറഞ്ഞ് ബദ്രിനാഥിലേക്ക് പുറപ്പെട്ടു. കാടും മേടും മലകളും കടന്ന് അദ്ദേഹം പോയിക്കൊണ്ടേയിരുന്നു. ആകെ ക്ഷീണിച്ചവശനായി. അങ്ങനെ ആ ദിവസം വന്നു. അദ്ദേഹം ബദ്രിനാഥിൽ എത്തി. അപ്പോൾ ബദ്രിനാഥ് ക്ഷേത്രത്തിലെ പൂജാരി പൂജയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രനട അടച്ച് താക്കോലുമായി നടന്നു വരികയായിരുന്നു. നമ്മുടെ ഭക്തൻ അവിടെ ക്ഷീണിച്ച് അവശനായി ഇരിക്കുന്നത് കണ്ട് പൂജാരി ചോദിച്ചു, താങ്കൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഭക്തൻ പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. ബദ്രിനാഥ് ക്ഷേത്രത്തിൽ തൊഴുവാനായി വന്നതാണ്. പൂജാരി പറഞ്ഞു, ഞാനാണ് അവിടുത്തെ പൂജാരി. നടയടച്ചു വരികയാണ്. ഇനി 6 മാസം കഴിഞ്ഞ് ക്ഷേത്രം തുറക്കുകയുള്ളൂ. ഇത് കേട്ടതും ആ ഭക്തൻ പൂജാരിയോട് യാചിച്ചു, എനിക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും ഭഗവാനെ തൊഴണം, ഒന്ന് തുറന്നു കാണിക്കുമോ എന്ന്. പൂജാരി പറഞ്ഞു, ക്ഷമിക്കണം, ഒരു പ്രാവശ്യം നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുറക്കുന്നത് 6 മാസം കഴിഞ്ഞായിരിക്കും. അത് അലംഘനീയമായ നിയമമാണ്. താങ്കൾ പോയിട്ട് 6 മാസം കഴിഞ്ഞു വരൂ. ഇത് മഞ്ഞുകാലം ആരംഭമാണ്. താങ്കൾ ഇങ്ങനെ ഇവിടെ തങ്ങേണ്ട എന്നും പറഞ്ഞ് പൂജാരി പോയി. കുറേ സമയം ആ ഭക്തൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്നു. ആ സമയത്ത് ഒരു ഇടയ ബാലൻ തൻ്റെ ആട്ടിൻകൂട്ടത്തോടൊപ്പം അവിടെ എത്തി. ഇടയൻ, താങ്കൾ എന്താണ് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ഭക്തനോട് ചോദിച്ചു. നടന്ന കാര്യങ്ങളെല്ലാം വളരെ വിഷമത്തോടുകൂടി ആ ഇടയ ബാലനോട് പറഞ്ഞു. അപ്പോൾ ഇടയ ബാലൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇന്ന് എൻ്റെ കൂടെ കഴിയാം, പിന്നെ നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് ആ ഭക്തനെ ഒരു ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിറകുകൾ കൂട്ടിയിട്ട് തീ കൂട്ടി കൊടുത്ത് തണുപ്പ് അകറ്റി കഴിക്കാൻ ഭക്ഷണവും കൊടുത്തു. ബാക്കിയുള്ള സമയം രണ്ടുപേരും കൃഷ്ണ ഭജനകളും കഥകളും പറഞ്ഞ് സമയം നീക്കി. ഇടയ്ക്കെപ്പോഴോ ഭക്തൻ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇടയൻ അരികിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രഭാതകർമ്മങ്ങൾ എല്ലാം കഴിഞ്ഞ് ഗുഹയ്ക്ക് വെളിയിലിറങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നു. നട അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ക്ഷേത്രം തുറന്നിരിക്കുന്നു. പൂജാരി പൂജകൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. 6 മാസം കഴിഞ്ഞ് നട തുറക്കൂ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ക്ഷേത്രം തുറന്നിരിക്കുന്നു. ഈ ഭക്തനെ കണ്ടതും പൂജാരി ഇറങ്ങി വന്ന് ചോദിച്ചു, 6 മാസം കഴിഞ്ഞ് നട തുറക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് തന്നെ താങ്കൾ എത്തിയല്ലോ. അങ്ങയെ പറഞ്ഞു വിടുമ്പോൾ എനിക്കും വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഭക്തൻ ആശ്ചര്യത്തോടെ, എന്ത് 6 മാസം കഴിഞ്ഞെന്നോ? ഞാൻ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ആ ഭക്തൻ നടന്നതെല്ലാം പൂജാരിയോട് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു ഗുഹയും ഇല്ല, ഇടയനും ഇല്ല എന്ന് പൂജാരി പറഞ്ഞു. അപ്പോൾ തന്നെ ആ ഭക്തന് മനസ്സിലായി, തൻ്റെ അടുത്ത് ഇടയനായി വന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നുവെന്ന്. ഓടിച്ചെന്ന് വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ്ടും നമസ്കരിച്ചു. നമ്മൾ സത്യത്തോടെ ഭക്തിയോടെ വിളിച്ചാൽ ഭഗവാൻ ഏതു രൂപത്തിലും നമ്മെ കാണാൻ, നമ്മ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എത്തും. ഹരേ കൃഷ്ണ.